അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി CH മുസ്തഫയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ഖുതുബയിൽ പറയുന്ന ഒരു കാര്യം, കച്ചവടത്തിൻ്റെ മൂലധനത്തിന് ഒരു വർഷത്തിൽ സക്കാത്ത് കൊടുത്താൽ മതി. എല്ലാ കൊല്ലവും കൊടുക്കേണ്ടത് ലാഭത്തിനാണ്, മൂലധനത്തിനല്ല. കാരണമുണ്ട്. എല്ലാ കൊല്ലവും സ്റ്റോക്ക് എടുക്കുക, എന്നിട്ട് മൂലധനം നിർണയിക്കുക. അത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിർണയിക്കുക എന്നുള്ളത് അത് സാധ്യമല്ല. അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നുവല്ല. പൊതുവിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിമിൻ്റെയും ശത്രുക്കളുടെ ഒരു സൂത്രവാക്യമാണ് പരിഷ്കൃത സമൂഹം എന്നുള്ളത്. എന്താണാവോ ഈ പരിഷ്കൃത സമൂഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരിഷ്കാരം എന്ന് പറയുന്നത് പൊതുവിൽ ആളുകൾ പറയാറുള്ളത് പാശ്ചാത്യർ മുമ്പോട്ട് വെക്കുന്ന ചില ജീവിത രീതികളും തത്വങ്ങളും ഒക്കെയാണ്. ആ ജീവിത രീതികളും തത്വങ്ങളും പലപ്പോഴും ധാർമ്മികതക്കും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്കും മാത്രമല്ല, മൊത്തം വേദങ്ങളുടെ അധ്യാപനങ്ങൾക്ക് പോലും വിരുദ്ധമാണ്. അപ്പം അങ്ങനെയുള്ള ചില ആശയങ്ങളും തത്വങ്ങളും ഒക്കെയാണ് ഈ പരിഷ്കൃത സമൂഹം അംഗീകരിച്ചു പോന്നിട്ടുള്ളത്. അത് പരിഷ്കരിച്ച് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ലിബറലിസവും അതുപോലുള്ള ഏടാഗുണങ്ങളും ഒക്കെ പരിഷ്കൃത സമൂഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളായി എണ്ണുന്നിടത്താണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത്യാവശ്യം ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ അത്യാവശ്യത്തിന് കെട്ടിയ പെണ്ണുമല്ലാതെ തന്നെ ഞാനും ആണുമായിട്ടും പെണ്ണും പെണ്ണുമായും സ്ത്രീ പുരുഷന്മാർ തമ്മിലുമൊക്കെ ലൈംഗിക ബന്ധം പുലർത്തുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഈ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പരിഷ്കൃത സമൂഹത്തെ മുമ്പിൽ വച്ചിട്ടാണ് മുസ്തഫയും സക്കാത്ത് കച്ചവടത്തിൻ്റെ മൂലധനത്തിന് എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കാനുള്ളത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. അദ്ദേഹം പിന്നെ പറയണ എന്താണ്? ലാഭത്തിന് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാ കൊല്ലവും ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കാനുള്ളത് സാധ്യമല്ലാത്ത കാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടത്തിൽ പറയുന്നുണ്ട്. അപ്പം എല്ലാ കൊല്ലവും സ്റ്റോക്ക് എടുക്കുക സാധ്യമല്ല എങ്കിൽ എങ്ങനെയാണാവോ ഈ ലാഭം കണക്കാക്കാൻ? അതും അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ സ്റ്റോക്ക് എടുക്കുക എന്നുള്ളത് കുറച്ച് ശ്രമകരമായ സംഗതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും കച്ചവടക്കാരൊക്കെ സ്റ്റോക്ക് എടുക്കാറുണ്ട്. അതിലെ മൃതമായിട്ടുള്ള എന്നാൽ ചിലവാകാത്ത വസ്തുക്കളെ അവർ മാറ്റി വെക്കാറുണ്ട്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്തവരും ചെയ്യുന്ന ഒരു സംഗതിയാണിത്. ഇന്നാണെങ്കിൽ ഡിജിറ്റലൈസേഷൻ്റെ കാലമാണ്. ഏത് സാധനവും അത് കടയിലെത്തുമ്പോഴേക്ക്, വിൽപ്പനക്കാരൻ്റെ കയ്യിലെത്തുമ്പോഴേക്ക് അത് രേഖപ്പെടുത്തി എപ്പോൾ വേണമെങ്കിലും സ്റ്റോക്ക് വളരെ വേഗത്തിൽ സ്റ്റോക്ക് നോക്കാവുന്ന സംവിധാനങ്ങൾ ഇന്ന് ലോകം എടുത്തിട്ടുള്ളതാണ്. ശാസ്ത്രത്തെ സംബന്ധിച്ച് വല്ലാതെ വാചാലനാവാറുണ്ട് നമ്മുടെ മുസ്തഫ മൗലവി. ഇവിടെ അദ്ദേഹം ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാത്തത് എന്തുകൊണ്ടാണ്? ശാസ്ത്രം എന്ന് കൈവരിച്ചിട്ടുള്ള ഈ സംവിധാനം ഉപയോഗിച്ചിട്ടാണല്ലോ കച്ചവടക്കാരടക്കം അവർ
എല്ലാ സാധനങ്ങളും പണ്ടൊക്കെ പുസ്തകത്തിലാണ് എഴുതി വച്ചിരുന്നെങ്കിൽ ഇന്നത് കമ്പ്യൂട്ടറും അതുപോലുള്ള ഉപകരണങ്ങളിലുമാണ്. അവിടെ പിന്നെ ഒരു ബട്ടൺ അമർത്തിയാൽ സാധനങ്ങൾ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നും സ്റ്റോക്കില്ലാന്നും ഈ കൊല്ലം എത്ര വിറ്റുവരവുണ്ടായിട്ടുണ്ട്, എത്ര ചെലവുണ്ടായിട്ടുണ്ട് തുടങ്ങിയുള്ള എല്ലാ കാര്യവും പിന്നെ കരതലാമലകം പോലെ കയ്യിലെടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് മൂപ്പർ പറഞ്ഞത് അത് സാധ്യമല്ല. അപ്പോൾ തനിക്ക് തോന്നുന്നത് സാധ്യമാണെന്നും അല്ലാത്തത് സാധ്യമല്ലെന്നും പറയുന്ന രീതി മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ രീതിയും പോലെ തന്നെയാണ് ഇതും എന്നേ അതിനെപ്പറ്റി പറയേണ്ടതുള്ളൂ. പിന്നെ കച്ചവടത്തിൽ മൂലധനം അതുപോലെ ലാഭം, ഒരു കൊല്ലം കിട്ടുന്ന ലാഭം അത് തീർത്ത് കച്ചവടത്തിൽ നിന്ന് മാറ്റി വെക്കല്ല കച്ചവടക്കാർ ചെയ്യാറുള്ളത്. അത്യാവശ്യമുള്ളതൊക്കെ അവരെടുക്കും ലാഭത്തിൽ നിന്ന് എന്നല്ലാതെ പിന്നീട് ലാഭമടക്കം മൂലധനത്തോട് കൂട്ടിയായിരിക്കും പിന്നെ അവർ കച്ചവടം തുടരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ മൂലധനം വർദ്ധിക്കുകയാണ് ചെയ്യണത്. മൂലധനം വർദ്ധിക്കുമ്പോൾ അടുത്ത കൊല്ലം പിന്നെ ലാഭവും വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ലാഭം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ നഷ്ടം വരും. അപ്പോൾ ഈ മൂലധനവും ലാഭവും രണ്ടും കൂട്ടിയിട്ടാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മൊത്തത്തിൽ മുസ്ലിം സമൂഹം അംഗീകരിച്ചിട്ടുള്ള നിലപാട്. പിന്നെ അദ്ദേഹം ഇബ്നു ഹസമിനെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു ഹസമിനെ പോലെയുള്ള ഇബ്നു ഹസമിനെ സംബന്ധിച്ച് പറയാറുള്ളത് തന്നെ ലാഹിരി എന്നാണ്. ലാഹിരി പറഞ്ഞാൽ എന്താണ്? ഒരു സംഗതി എന്താണോ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം അംഗീകരിക്കുകയും അതിൽ നിന്ന് മറ്റൊന്ന് നിർദ്ധാരണം ചെയ്തെടുക്കാൻ പോലും പാടില്ല എന്ന് പറയുകയും ചെയ്യുന്ന ആളാണ് ഇബ്നു ഹസം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹദീസിലൊരു പ്രയോഗമുണ്ട്. ബിക്കർ കന്യകയാണെങ്കിൽ വസ്സുംതു ഇദ്നുഹ എന്നാണ്, മൗനമാണ് അവളുടെ സമ്മതം. ഇവിടെ ഇബ്നു ഹസം പറഞ്ഞത് ഒരു കന്യക അവൾ വാക്കാൽ തന്നെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് അനുവാദം നൽകിയാൽ അത് സ്വീകാര്യമല്ല, അത് തന്നെ അനുവാദമായിട്ട് പരിഗണിക്കൂല. കാരണം ഹദീസിലുള്ളത് വസ്സുംതു ഇദ്നുഹ എന്നാണ്, മൗനമാണ് അവളുടെ സമ്മതം എന്നാണ്. അപ്പോൾ അവൾ മൗനം പാലിച്ചെങ്കിൽ അവളുടെ സമ്മതമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയൊക്കെ മാനസികമായിട്ട് അല്ലെങ്കിൽ യുക്തിക്ക് അല്ലെങ്കിൽ ബുദ്ധിക്ക് പിന്നെ സ്ഥാനം നൽകാത്ത ഒരു മനുഷ്യനാണ് ഇബ്നു ഹസം. അദ്ദേഹം സക്കാത്ത് കച്ചവടത്തിന് സക്കാത്ത് തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ന്യായീകരിക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മുസ്തഫയുടെ കാഴ്ചപ്പാടിൽ മുആവിയൻ മതക്കാരാണ്. ഈ മുആവിയൻ മതക്കാരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് മുസ്തഫ പിന്നെ ഒരു ഹുക്കുമ് നിയമം തന്നെ പറയാം? അപ്പം അദ്ദേഹത്തിന് ആവശ്യമുള്ളിടത്ത് മുആവിയൻ മതം ആവാം, അല്ലാത്തയിടത്ത് മുആവിയൻ മതം പറ്റൂല എന്നതാണല്ലോ അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ശനിയാഴ്ച 29-ാം തീയതി ഞായറാഴ്ച 30-ാം തീയതി അദ്ദേഹം പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചതിൻ്റെ അവസ്ഥ. എവിടുന്നാണാവോ അദ്ദേഹത്തിന് ഖുർആനിൽ നിന്ന് ഈ പെരുന്നാൾ നിസ്കാരം എന്ന് കിട്ടിയിട്ടുള്ളത്? ഖുർആനിൽ എവിടെയും പെരുന്നാൾ നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ല, പെരുന്നാളിനെ പറ്റി തന്നെ പറഞ്ഞില്ല. എന്നിട്ടല്ലേ പിന്നെ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരം എന്നൊക്കെ പറയുന്നത് മുആവിയൻ മതക്കാരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയാണ്. അപ്പോൾ തനിക്ക് തോന്നുന്നതാണ് തൻ്റെ മതം. അപ്പോൾ മുആവിയൻ മതക്കാരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ അത് തനിക്ക് തോന്നുന്നത് തൻ്റെ മതമായി സ്വീകരിക്കും, മറ്റുള്ളവർ മുആവിയൻ മതം സ്വീകരിക്കാൻ പാടില്ല എന്നേ അദ്ദേഹത്തിന് വാശിയുള്ളൂ. അദ്ദേഹത്തിന് അത് സ്വീകരിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മനുഷ്യന്മാരായിട്ട് വട്ടം കറക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. പിന്നെ പെരുന്നാൾ ഖുത്ബയിൽ അദ്ദേഹം ആകപ്പാടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ? ബാക്കിയൊക്കെ ഇവിടെ എല്ലാ മുസ്ലിം സംഘടനകളും പിന്നെ ഖതീബുമാരും ഒക്കെ പറയുന്ന സംഗതി തന്നെയാണ്.
ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക, മനുഷ്യരുമായിട്ട് നല്ല ബന്ധം പുലർത്തുക തുടങ്ങി അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. മാത്രമല്ല അദ്ദേഹം എൻ്റെ ഗുരു KT അബ്ദുറഹീം സാഹിബ് അദ്ദേഹം ദ്വീപ് നിവാസികളെ ദ്വീപിൽ പിന്നെ പോയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കുബുദ്ധി അംഗീകരിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ വസ്തുത പറയാത്തത്. KT അബ്ദുറഹീം സാഹിബ് ദ്വീപിൽ പോയിട്ട് പോയത് ആരുടെ നിർദ്ദേശമനുസരിച്ചാണ്, ആരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ ആരുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ സക്കാത്ത് സംഭരിച്ചിട്ടുള്ളത്, അത് അദ്ദേഹം പറയില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനായിട്ടാണ് KT ദ്വീപിൽ പോണത്. ജമാഅത്തിൻ്റെ സ്ഥാപനത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ജമാഅത്തുമായി ബന്ധപ്പെട്ട ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജമാഅത്തിൻ്റെ തന്നെ നേരത്തെയുള്ള നിർദ്ദേശവും കാഴ്ചപ്പാടും ഒക്കെ അനുസരിച്ചാണ് അവിടെ അദ്ദേഹം സക്കാത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സക്കാത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മഹല്ലുകളിലൊക്കെ നടക്കുന്ന സംഗതിയാണ്. സക്കാത്ത് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് സക്കാത്ത് ശേഖരിക്കുകയും അതിന് സമ്പത്തിൻ്റെ സക്കാത്തും ഫിത്തർ സക്കാത്തും ഒക്കെ ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് അംഗീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കൂല. അവിടെ അദ്ദേഹത്തിൻ്റെ അഹന്ത അദ്ദേഹത്തെ തടയുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ അദ്ദേഹം തൻ്റെ പെരുന്നാൾ ഖുതുബയിൽ പറഞ്ഞ കാര്യത്തെ സൂചിപ്പിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മോഹൻലാൽ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചിലർ പറഞ്ഞിരുന്നു, ചാനലുകാർ അവരെ വിളിച്ചായിട്ട് ഇതിനെപ്പറ്റി ചർച്ചയിൽ പങ്കെടുക്കാൻ പറഞ്ഞപ്പോൾ ചോദ്യത്തിന് മറുപടി എന്നുള്ള എനിക്ക് പറഞ്ഞിരുന്നത്, മമ്മൂട്ടി മോഹൻലാൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രാർത്ഥിച്ചതാണെങ്കിൽ അത് ഒരു വേറെ കാര്യമാണ്, കാരണം മോഹൻലാലിൻ്റെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ അത് മമ്മൂട്ടി ആവശ്യപ്പെട്ടിട്ടാണ് മോഹൻലാൽ പ്രാർത്ഥിച്ചിട്ടുള്ളതെങ്കിൽ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് തെറ്റാണ്, കാരണം അത് ഷിർക്കാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളത് ഷിർക്കാണ്. അതുകൊണ്ട് മമ്മൂട്ടി അവിടെ പശ്ചാത്തപിക്കാണ് വേണ്ടതെന്നുള്ള അർത്ഥത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അവരപ്പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ്. കാരണം ഖുർആന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്, വലാത്തതു മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. വലാത്തതു മിൻ ദൂനില്ലാഹി മാലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനോടും അള്ളാഹുവിനെ വിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ മറ്റൊന്നിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നിങ്ങനെ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു സംഗതിയെ സംബന്ധിച്ചാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അത് ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഷിർക്കായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അത് തെറ്റായിത്തീരും. അതിനെ ഇവിടെ മുസ്തഫ ന്യായീകരിക്കുന്നു. അവിടെ മോഹൻലാൽ ചെയ്തതാണ് പോലെ ഇസ്ലാം, അങ്ങനെയുണ്ട്. എന്നിട്ട് അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കുതിര കയറുന്ന ഒരു രീതി കൂടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മോഹൻലാലിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിന്? മോഹൻലാൽ ശബരിമല അയ്യപ്പനോട് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മോഹൻലാലിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയുണ്ട്. ഇതാണ് മൂപ്പരുടെ ഖുർആനിൻ്റെ മാനവികതയും അകമ്പൊരുളും എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആന് ഒരു നിലക്കും അംഗീകരിക്കാത്ത ആദം അലൈഹിസ്സലാം മുതൽ ഇസ്ലാമിൻ്റെ ആരംഭകാലം തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെയുള്ള പ്രവാചകന്മാരൊക്കെയും തള്ളി പറഞ്ഞിട്ടുള്ള ഷിർക്കിനെയാണ് ഇവിടെ മുസ്തഫ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി അതിൻ്റെ ആളാക്കി മാറ്റുന്നത്. അപ്പം ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകുന്ന ഒരു മനുഷ്യൻ, അയാൾ ഏത് ഇസ്ലാമിനെ ഏത് ഖുർആനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ കണക്കിൽ
ഈ ഷിർക്ക് കുഫറിനെ ന്യായീകരിക്കുകയും അതിനെ വെള്ളപൂശുകയും ചെയ്യാനുള്ള കുൽസിത ശ്രമമാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഇതിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പം ഇത് തിരിച്ചറിയാൻ ബുദ്ധിയില്ലാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരോട് നമ്മൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ നമ്മൾക്ക് നിർവാഹമുള്ളൂ.